ഈ മിനിസ്റ്റർ തഗ് മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചോദിക്കുന്നത്. നമ്മളൊരു ഈ പറഞ്ഞതുപോലെ നിലപാടുകളും അതുപോലെ തന്നെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ സത്യസന്ധമായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ചില കേന്ദ്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നിലപാടെടുക്കുന്നതൊന്നായിരിക്കും, പ്രവൃത്തി മാറുന്നതായിരിക്കും. അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ MLA ആക്കി മന്ത്രിയായി ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് എൻ്റെ നിലപാടെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് CPIMൻ്റെ നിലപാടാണ് എൻ്റെ നിലപാട്. ആ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിമാരാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത്തരം ഒരു പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന പല നേതാക്കന്മാരും ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഇനി അത്രയും തുറന്ന് പറയണ്ട എന്നൊക്കെ കരുതി അങ്ങനെ മാറി നിന്ന പലരും ഉണ്ട്. മന്ത്രിയാകുന്നതിന് മുമ്പ് വി ശിവൻകുട്ടി അങ്ങനെ തുറന്നടിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. അത് മലയാളികൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ മന്ത്രിയാകുമ്പോൾ ഇതൊരു ഒരു ഒരു തടസ്സം പോലെയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല. മന്ത്രിമാർക്കും അങ്ങനെ തുറന്നു പറയാം. അങ്ങനെ അതിലൊരു വേർതിരിവില്ല. ഒരു പ്രോട്ടോകോൾ അനുസരിച്ചും അങ്ങനെ കൂടെ പ്രോട്ടോകോളിലും ഭരണഘടനയിലൊന്നും മന്ത്രിമാരുടെ അഭിപ്രായ പ്രകടനത്തെ സംബന്ധിച്ചോ ഒന്നും പറയുന്നില്ല. ഭരണഘടനയ്ക്കെതിരാവാൻ പാടില്ല, സത്യപ്രതിജ്ഞയ്ക്കെതിരാവാൻ പാടില്ല. പക്ഷേ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അപ്പോൾ ഞാൻ മുമ്പും നിലപാടുകൾ ഉറച്ചു നിന്നിട്ടുണ്ട്. അതിൽ ശരിയാണെന്ന അഭിപ്രായമുള്ളവരുണ്ട്, തെറ്റാണെന്നുള്ള അഭിപ്രായമുണ്ട്. ഇന്നും അത് കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. ഒന്നിപ്പോൾ നിയമസഭയിൽ നടന്നിട്ടുള്ള ഒരു കയ്യാങ്കളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായം വന്നവരുണ്ട്. എൻ്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതപ്പോൾ അവസാന തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് മന്ത്രിമാരായതുകൊണ്ടോ MLA ആയതുകൊണ്ടോ മേയർ ആയതുകൊണ്ടോ ഒരു ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാതെ ഒളിച്ചോട്ടം നടത്തുന്നത് കാപട്യമാണ്. അവരാണല്ലോ, നേതാക്കളാണല്ലോ ആദ്യം നിലപാടെടുക്കേണ്ടത്. ആ നിലപാടിൻ്റെ അനുസരിച്ചാണല്ലോ ജനം നിലപാട് സ്വീകരിക്കേണ്ടത്. ജനങ്ങളും വിശ്വസിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ അവർ വോട്ട് ചെയ്തത്. ആ ജനപ്രതിനിധികൾ എന്ത് നിലപാടെടുക്കുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ അത് അവർ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിലപാടുകൾ നമുക്ക് എടുക്കാതിരുന്നാൽ അത് അഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിത്വമായി മാറുമല്ലോ. സൂംബയെക്കുറിച്ച് മിനിസ്റ്റർ, സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കിയ സൂംബ ലോക ശ്രദ്ധ നേടി എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. സൂംബയായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ പരിപൂർണമായിട്ട് അവസാനിച്ചു എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നത്. പൂർണ്ണമായിട്ട് അവസാനിച്ചു. വേറെ പ്രതിഷേധമൊന്നും വരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ സ്കൂളുകളിൽ ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അങ്ങനെ ഏതാണ്ട് എല്ലാ കുട്ടികളും ടീച്ചർമാരും കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ ഒരു ഏരിയയിലുള്ള ടീച്ചർമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർ നൃത്തം ഇത് പഠിക്കുകയാണ്. ഇതിൽ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് ഈ വിവാദമായിട്ട് കൊണ്ടുവന്നത്. നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിന് പിന്തുണയല്ലേ നൽകേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും, ഇന്ത്യയിൽ നമുക്ക് 2ാം സ്ഥാനവും 1ാം സ്ഥാനവും വന്നിരിക്കുന്നു. അത് 3 വർഷത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, പുതിയ മോഡലായിരുന്നു. ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടിയിട്ടില്ല. ഒരു 3 മാസത്തെ അശ്രാന്ത പരിശ്രമമാണ് നമ്മുടെ കുട്ടികൾ ഈ നിലയിലേക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഇനിയുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി വെച്ച് നോക്കുമ്പോൾ വെറും പുസ്തകപ്പുഴുക്കളായി മാത്രം കുട്ടികളെ നമുക്ക് വിടാൻ വേണ്ടി പറ്റില്ല. നന്നായി അവർ പഠിക്കണം അക്കാഡമിക്കായിട്ട്. ആ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ഒരു അവസരവും ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല കുട്ടികൾക്കും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം, മാനസിക പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് പഠനം, ആത്യന്തികമായ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ് നമ്മൾ സൂംബയിലെത്തിക്ക് കൊണ്ടെത്തിച്ചത്. സൂംബ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യോഗയുണ്ട്, സൂംബയുണ്ട്, മറ്റ് ഡ്രിൽസ് ഉണ്ട്, പിന്നെ മറ്റ് ഗെയിംസ് ഉണ്ട്. ഇതിലൊക്കെ തന്നെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അധ്യാപകൻ കൂടിയാണ് ഈ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന അധ്യാപകൻ കൂടിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ശമ്പളം വാങ്ങുന്ന വ്യക്തിയും കൂടെയാണ്. ഈ
കുട്ടികളാകെ പിന്നെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ചെറുവസ്ത്രം എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലുള്ള വസ്ത്രം, ചെറുവസ്ത്രമാണ്, അല്പവസ്ത്രം. അല്പവസ്ത്രം. അതെ, അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് നടത്തുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ യൂണിഫോമിലാണ് നടത്തുന്നത്. അത്ര പോലും വിവരമില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ന്യായമായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പിന്നെ നൃത്തം ചെയ്യുന്നത് സൂംബയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സ്വിമ്മിങ് നടത്തുന്നവർക്ക് അതിൻ്റെ ഒരു വസ്ത്ര കോഡുണ്ടല്ലോ, കോഡുണ്ട്. ഫുട്ബോളിന് അങ്ങനെ ഓരോന്നിനും ഓരോ കോഡുണ്ട്. അതൊന്നും ഒരു പിന്നെ മതവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവശ്യമില്ലാതെ മതവും അതേപോലെ തന്നെ പിന്നെ വർഗീയതയും ഒരു കോണുകളിൽ നിന്നും പിന്നെ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള പ്രശ്നം നടത്തിയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. മിനിസ്റ്റർ, ഇപ്പോൾ ഈ സൂംബയുടെ വിഷയം തന്നെ, ഇത് കുട്ടികൾ യൂണിഫോം ഇട്ടിട്ടാണോ ഈ സൂംബ ചെയ്യുന്നത്, മറ്റ് വസ്ത്രം ഇട്ടിട്ടാണോ സൂംബ ചെയ്യുന്നത്, ഇതുപോലും പരിശോധിക്കാതെയാണ് ഈ പ്രതിഷേധത്തിൽ തന്നെ തുടക്കം കുറിച്ചത്. മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മതത്തെ വല്ലാതെ പൊതുവിദ്യാലയങ്ങളിലേക്ക്, വിദ്യാഭ്യാസ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഈ കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ടുണ്ട്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അജണ്ടയുണ്ടോ? അല്ല, അത് നമുക്ക് അജണ്ട ഉള്ളവർക്ക് അജണ്ട ഉണ്ടാവും. അജണ്ട വെച്ചുകൊണ്ടാണല്ലോ അവർ കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ ഗവൺമെൻറ് അതിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഭരണഘടനയുടെ രീതിയിൽ മുന്നോട്ട് പോകും, പ്രോട്ടോക്കോളിൻ്റെ രീതിയിൽ പോകും. ഇപ്പോൾ പിന്നെ മിക്സഡ് സ്കൂള്, നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളുടെ ഒരു സ്കൂളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നതിന് വേറെ ഏതെങ്കിലും ഒരു കണ്ണുകൊണ്ട് കാണേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കണ്ണുകൊണ്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം വന്നു വെച്ചാൽ, കുട്ടികൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പിന്നെ മിങ്കിൾ ചെയ്തിരിക്കുമല്ലോ. അതിലെന്തോന്ന് കാണാതിരിക്കുന്ന മക്കൾ. അവർ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ വരുമ്പോൾ ചോദിക്കും, നിൻ്റെ ഫ്രണ്ട് ആര്? അത് 3-4 പെൺകുട്ടികളുടെ പേരായിരിക്കും അവൻ പറയുന്നത്, അവൻ്റെ ഫ്രണ്ട് അവരാണ്. അങ്ങനെയുള്ള നമ്മുടെ മക്കളെയൊക്കെ ഈ വേറെ ഒരു രൂപത്തിൽ കാണുന്നത് ശരിയാണോ? അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 70 സ്കൂൾ മിക്സഡ് സ്കൂളാക്കി. വലിയ റിസൾട്ടും വലിയ ഒരു ഐക്യവും ഒരു മാറ്റവുമാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വർഗീയതയും അതേപോലെ തന്നെ ഈ മതവും ഈ അന്ധവിശ്വാസങ്ങളെയൊന്നും സ്കൂളുകൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. പല സ്കൂളുകളിലും അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയുമ്പോൾ, കേരളത്തിലെ 47 ലക്ഷം കുട്ടികളുണ്ട്. കുറച്ച് വ്യത്യാസം വരുമായിരിക്കും അത്. അല്ലേ, പല സ്ഥലങ്ങളിലും ഈശ്വര പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ ഈശ്വര പ്രാർത്ഥനകൾ അത് അങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനത് ആദ്യമായിട്ട് പറയുക. കാരണം കുട്ടികളാകുമ്പോൾ ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടാവും. പാടേണ്ട പാട്ടെന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പാട്ടായിരിക്കണം. ഇത് ഏതെങ്കിലും ഒരു മതത്തിനെ മാത്രം ഊന്നി നിന്നുകൊണ്ട് നടത്തുന്ന പാട്ട് വേറൊരു മതത്തിൽപ്പെട്ടവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിപ്പിക്കുന്നത് ശരിയാണോ? ജനഗണമന ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. NSSൻ്റെ ഒരു ഗീതമുണ്ട്, അറിയാമല്ലോ, അതൊരു മതേതരത്വ ഗീതമാണ്, അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ഓരോ സ്കൂളിലും അവർ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്ന പാട്ടുണ്ട്. ക്രിസ്ത്യൻ പാട്ടുണ്ട്. മുസ്ലിം നടത്തുന്ന സ്ഥലത്ത് അത് ആ രൂപത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവാം. ഹിന്ദുസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു രൂപത്തിലുണ്ടാവാം. അത് നമുക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു പാട്ടോ ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയോ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കുമില്ല. ഇനി സെക്യുലർ ആയിട്ടുള്ളതായിരിക്കണം ഈ പ്രാർത്ഥനകൾ എന്നാണ് ഞാൻ കാണുന്നത്. കേരളത്തിലാകെ നമുക്ക് അങ്ങനെ ഒരു ഇത് പ്രശ്നം വെച്ചാൽ, ഈ കുട്ടികൾക്ക് 1-ാം ക്ലാസ് ചേർന്ന കുട്ടി 1-ാം ക്ലാസ് മുതൽ പറഞ്ഞ് പഠിച്ച് അവൻ 10-ാം ക്ലാസ്സിൽ വരുമ്പോൾ ഇതാണല്ലോ അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നമുക്ക് കുട്ടികളെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കുട്ടികളുടെ സ്വതന്ത്രമായ ചിന്ത, അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു രീതിയിലുള്ള പിന്നെ വർഗീയ ചിന്തകളും അതൊന്നും നമുക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കാരണവശാലും പാടില്ല. ഇപ്പോൾ ഇതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കൂട്ടർ നമ്മളെ അടുത്ത് വന്നിട്ട്, ഞാൻ 1-2 സ്ഥലത്ത് പ്രസംഗിച്ചു.
ശനിയാഴ്ച ദിവസം പരീക്ഷ എഴുതാൻ പറ്റില്ല. പേപ്പറും പേനയും ശനിയാഴ്ച ഞങ്ങൾ തൊടില്ല. അതോടെ മാറ്റി വയ്ക്കണം. ഞാൻ പറയും നിങ്ങൾ ആ ദിവസമൊക്കെ മാറ്റിക്കൊണ്ടാൽ മതി, പരീക്ഷ മാറ്റുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ ഓണത്തിന് അവധി കൊടുക്കാം, ക്രിസ്മസിന് അവധി കൊടുക്കാം, റംസാൻ അവധി കൊടുക്കാം, അതേപോലെ ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ അവധി കൊടുക്കാം. അതിനപ്പുറമായിട്ട് ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലല്ലോ ഈ രീതികളൊന്നും. ലോകത്ത് ഒരു സ്ഥലത്തും ഈ രീതികളേ ഇല്ല. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അവിടെ ലോകത്ത് എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വരാറുണ്ടല്ലോ. ഈ പിന്നെ പ്രസ്താവന നടത്തിയ മഹാഞ്ജി കണ്ടിട്ടുണ്ടോ അവരുടെ വേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം? അപ്പോൾ ഇത് ഒരു വളരെ നന്നായി പോകുന്ന, ഇന്നിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ 2ാം സ്ഥാനമോ 1ാം സ്ഥാനമോ വന്നിരിക്കുകയാണ് നമ്മൾ പെർഫോമൻസിൽ. അത് ചെറിയ രൂപത്തിലല്ല, 16ാമത് കടന്നതാണ്. അത് വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസപ്പെട്ടിട്ടുമാണ് ഈ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വളരെ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുകയാണ്. ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിൽ പോലും അക്കാഡമിക് കാര്യത്തിൽ, നോൺ അക്കാഡമിക് കാര്യത്തിൽ, പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്.